കുക്കിംഗ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന കണ്ടാലോ. അതിനായി ഒരു കഷ്ണം ക്യാരറ്റും കുക്കുംബറും കൂടെ ഗ്രേറ്റ് ചെയ്തതും ഒരു തക്കാളി അതിൻ്റെ ഉള്ളിലെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കുരുമുളകും ഒരു പിഞ്ച് ഉപ്പും 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. ഇനി ഒരു 3 സ്ലൈസ് സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൽ നിന്ന് ഒരു സ്ലൈസ് എടുത്ത് അതിലേക്ക് മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്ലൈസിലേക്ക് അല്പം ബട്ടർ തേക്കാം. ഇനി അതിലേക്ക് മിൻറ്റ് ചട്നി സ്പ്രെഡ് ചെയ്യാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചട്നിയോ സോസോ എന്ത് വേണേലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ബ്രെഡിൽ ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് 3 സ്ലൈസും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ തുണി ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടെടുത്താലുണ്ടല്ലോ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ബ്രെഡ് തുറന്ന് വെച്ചിരുന്നാൽ അത് ഡ്രൈ ആയി പോകും, കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള സാൻഡ്വിച്ച് റെഡിയായി. യാത്ര പോണ സമയത്തുണ്ടല്ലോ ഒരു നനഞ്ഞ ടവലിനകത്തേക്ക് ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി പാക്ക് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.